ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്താണെന്നറിയാമോ, ഇത് ഞാനുള്ളത് ഞങ്ങളുടെ സിറ്റി ബൈന്ദൂരാണ്. ബൈന്ദൂർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. നമ്മുടെ കൊല്ലൂർ മൂകാംബിക വരുന്നവർ വന്നിറങ്ങുന്ന ബൈന്ദൂർ സിറ്റിയിലാണ്. ഇതെൻ്റെ മോനാണ് കേട്ടോ. ഈ വൈറ്റ് കളർ ഷർട്ടിട്ട് ഈ ചിരിക്കുന്ന കുട്ടിയാണ് മോൻ്റെ ഫ്രണ്ട്. അവൻ്റെ ചേച്ചിയാണ് ബാക്കിലിരിക്കുന്നത്. മടിയിലിരിക്കുന്നത് എൻ്റെ മോളാണ്. സോ ഇവർ 4 പേരും ഒരിടത്താണ് ട്യൂഷനൊക്കെ പോകുന്നത്. ചേച്ചി എന്ന് പറഞ്ഞയാൾ ഞാനും ആ ചേച്ചിയും ജിമ്മിൽ ഒരുമിച്ചാണ് പോകുന്നത്. അവരുടെ പപ്പ ഞങ്ങളെ ചെറുപ്പം മുതലേ അറിയുന്നതാണ്. സോ ചേച്ചീനെ ഞാൻ മുന്നോട്ടുള്ള വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. എന്ന് വെച്ചാൽ ചേച്ചി അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഞങ്ങളെ. ചേച്ചി ഓൾറെഡി പോയായിരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ ഡ്രൈവ് ചെയ്യുന്നത്. ആളിന് ഒരു നെക്ക് പെയിൻ ഉണ്ട്. അതുകൊണ്ട് പുള്ളി വരുന്നില്ല എന്ന് പറഞ്ഞു. സോ ഇതാണ് നമ്മുടെ ബൈന്ദൂർ സിറ്റി. കൊല്ലൂരിലേക്ക് പോകുന്നവർ ഈ റോഡ് കണ്ടിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ കൊല്ലൂരിലേക്ക് ഹൈവേയിൽ നിന്ന് കട്ടായി പോകുമ്പോൾ കാണുന്ന ഒരു ഏരിയ ആണിത്. ഈ സിറ്റിയുടെ ഈ റോഡ് സൈഡിൽ തന്നെയാണ് നമ്മുടെ എന്താ പറയുക, ഇവിടെ ഞങ്ങൾ പറയുന്നത് കിസറൽ ഒന്ന് ദിന ഗമ്മത്തു എന്നാണ് ഇതിൻ്റെ ഈ പ്രോഗ്രാമിൻ്റെ നെയിം പ്ലേറ്റ്. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ടത്ത് ഒരു കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് എൻ്റെ മക്കളുടെ ഫ്രണ്ടിൻ്റെ മമ്മി. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് കേട്ടോ ജിമ്മിനൊക്കെ പോകുന്നത്. ചേച്ചി അപ്പോൾ ഇച്ചായന് നെക്ക് പെയിൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിനൊരു ഓയിൽ മസാജൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോഴത്തേനെ ഇവരിവിടെ ഇങ്ങനെ നിന്ന് നോക്കുന്നുണ്ട്. അപ്പം ഞാനും ചേച്ചി എന്നോട് പറഞ്ഞു നമ്മുടെ ജിമ്മിൽ വരുന്ന ഒരു പെൺകുട്ടി അവിടെ കളിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. ത്രോ ബോൾ മാച്ചൊക്കെ കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനിവിടെ നിന്ന് ജസ്റ്റ് ഒരു ഷൂട്ട് എടുത്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് വേണം അവരെ ഒന്ന് കാണാനൊക്കെ. സോ ഈ ചെളിക്കകത്ത് കുറേ പ്രോഗ്രാമുകളുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, പിള്ളേരെല്ലാം ഫുൾ ചെളിക്കകത്ത് കളിച്ച് കുളിച്ച്. ഓൾറെഡി ഇന്ന് എന്തായാലും മഴയില്ലായിരുന്നു നമുക്കിവിടെ. അതുകൊണ്ട് വെതർ നല്ല സൂപ്പറായതുകൊണ്ട് ആൾക്കാർക്ക് വരാനും എല്ലാം കാണാനും ഒക്കെ നല്ല സൂപ്പറായി. ഇത് നോക്ക്, ചെളിക്കകത്ത് കളിക്കുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്കും കളിക്കണം തോന്നി. പക്ഷെ ചെളി ആകുമല്ലോ എന്നുള്ളൊരു ടെൻഷൻ കാരണം പിന്നെ വേണ്ടാന്ന് വെച്ചു. ആൾക്കാരെല്ലാം ഇവിടെ ഭയങ്കര ഇൻട്രസ്റ്റോടെ ടീമായിട്ട്, പെണ്ണുങ്ങൾ ടീമായിട്ടൊക്കെ കളിക്കുന്നു. അപ്പുറത്ത് ബോയ്സിന് വോളിബോൾ മാച്ചൊക്കെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് രാവിലെ പിള്ളേർക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഡ്രോയിങ് കോമ്പറ്റീഷനും പിള്ളേർക്ക് ലെമൺ ആൻഡ് സ്പൂൺ റൈസ് ഉണ്ടായിരുന്നു. അതേ രീതി അമ്മമാർ ഇവരെ ഇങ്ങനെ തോളത്ത് ചുമന്നിട്ട് ഓടാൻ, ഈ ചെളിക്കണ്ടത്തിൽ കൂടെ ഓടാൻ, അങ്ങനെയൊക്കെ കുറേ പരിപാടികളുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് രാവിലെ ഇതൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ചാലേ ഞാൻ മക്കളെയും കൊണ്ട് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയായിരുന്നു. അപ്പോൾ അവർ രാവിലെ വരണം എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര ബഹളമായിരുന്നു. പക്ഷെ നമ്മൾ അത് എല്ലാ ദിവസവും ഇല്ല, നമുക്ക് ആഴ്ച 2 ദിവസമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് മിസ് ചെയ്യാതെ പോകണമായിരുന്നു. അങ്ങനെ അതുകൊണ്ട് രാവിലെ വരാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് രാവിലത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, രാവിലെ എന്തൊക്കെ നടന്നതെന്നുള്ളത്. പിന്നെ ഇവിടെ കുറേ വെറൈറ്റീസ്, ഈ നമ്മുടെ കർണാടകയിൽ നടക്കുന്ന കുറേ വീടുകളിൽ കളിക്കുന്ന കളികളൊക്കെ. പിന്നെ ഞാൻ ഇവിടെ ജനിച്ച ഉടനായതുകൊണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ ആ കളിയൊക്കെ കളിച്ചിട്ടുണ്ട് കേട്ടോ. അതിനൊക്കെ എന്താ പറയുന്നതെന്ന് അറിയത്തില്ല. അപ്പം ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളെയും കൂടെ ഒന്ന് എടുത്തേക്കാന്ന് വെച്ച് നിൽക്കുന്നത്. ആൾക്കാരൊക്കെ ഒരുപാട് ഇരിക്കാനുള്ള ഫെസിലിറ്റി ഉള്ളിടത്തെല്ലാം ആൾക്കാർ കയറിയിരിക്കുന്നു. ഞങ്ങളിങ്ങനെ നിന്ന് ഇതെല്ലാം ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അപ്പുറത്ത് ആൺപിള്ളേർക്ക് വോളിബോൾ മാച്ചായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ബോയ്സിൻ്റെ മാച്ച് നടക്കുമായിരുന്നു. ഓഡിയൻസിന് ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഫെസിലിറ്റീസ് ഉണ്ട്. ഇവിടെ ലൈവൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഗ്രാൻഡായിരുന്നു ഫങ്ഷൻ. മഴയില്ലാത്തതുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യാനും പറ്റി. അതുകൊണ്ട് ആൾക്കാർക്ക് വരാനും കാണാനും എല്ലാം നല്ല സൗകര്യമായിരുന്നതുകൊണ്ട് ആൾക്കാരെല്ലാം വന്നു. പിള്ളേരെ നോക്കി ചെളിക്കകത്ത് ഭയങ്കര എൻജോയ് ചെയ്യുന്നു. നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ചെളിയിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോഴത്തെ മക്കളൊന്നും ചെളിയിലൊന്നും ഇറങ്ങത്തില്ല. ഈ കുഞ്ഞിനെ കണ്ടോ, ഫുള്ള് ചെളിക്കകത്ത് കുളിച്ച് അവൻ തല മുതൽ ഫുൾ ചെളിക്കകത്ത് മുക്കിയിട്ടാണ് നിൽക്കുന്നത്. അവനതിന് ഭയങ്കര സന്തോഷമാണ്. ഇത് കണ്ടില്ലേ, അവൻ നിൽക്കുന്ന കണ്ടിട്ട് അവൻ അവിടെ നിന്ന് ആരെയാണോ അവൻ്റെ ഫ്രണ്ടിനെ വിളിക്കുന്നുണ്ട്, വാ കളിക്കാൻ വാന്ന്. ഈ കുട്ടിയും കണ്ടോ, ഫുൾ എന്നെ കണ്ടപ്പോൾ അവിടെ അവനിങ്ങനെ സ്റ്റണ്ണായിട്ട് നിന്നു. ആൻറ്റി വീഡിയോ എടുക്കുവാണെന്നൊക്കെ ഓർത്ത്. ഇത് കണ്ടോ, മക്കൾ ഫുള്ള് ചെളിക്കകത്ത് മുങ്ങി കുളിക്കുന്നത്. എൻ്റെ മക്കളും പറഞ്ഞു ചെളിക്കകത്തൊക്കെ പോകണമെന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ പോകാനായിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഭയങ്കര ചെളിയാകുമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചു. അവർക്ക് സ്കൂളൊക്കെ നാളെ ഉണ്ട്, ഇവർക്കും സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഒരു ചെറുക്കൻ്റെ കാല് പിടിച്ച് വലിക്കുന്ന, അവർ ലൈനായിട്ട് കാല് പിടിച്ച് വലിച്ചോ കൊണ്ട് പോകുന്നുണ്ടോ. നല്ല രസമല്ലേ പിള്ളേരിങ്ങനെ ചെളിക്കകത്ത് കളിക്കുന്ന കാണാൻ. എനിക്കും ഇറങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചു. ഇത് കണ്ടോ, ഇതൊരു പെൺകുട്ടിയാണ് ഫുള്ള് ചെളിക്കകത്ത് മുങ്ങി വന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവളുടെ മമ്മി അവളുടെ ഫോട്ടോ എടുക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാനും ഒന്ന് ജസ്റ്റ് ഒന്ന് എടുക്കട്ടെ ഫോട്ടോ നിന്നേന്നൊക്കെ പറഞ്ഞു. ഇത് കണ്ടോ, പിള്ളേരിവിടെ വോളിബോൾ പ്രാക്ടീസൊക്കെ ചെയ്യുന്നുണ്ട് ആ ചെളിക്കകത്ത് നിന്ന് തന്നെ. ഇവന്മാരെ കണ്ടോ, ഇത് ബോയ്സാണ് കേട്ടോ. ബോയ്സ് മാത്രമല്ല ഗേൾസും ഉണ്ട്. ഫുള്ള് ഗേൾസൊക്കെ കുറേ പേരൊക്കെ കയറിപ്പോയി. ബാക്കിയുള്ള പിള്ളേർ കണ്ടോ ഇങ്ങനെ ചെളിക്കകത്ത് ചാടി മറഞ്ഞ്
കുത്തി മറന്നുണ്ട്. എൻ്റെ മക്കളാണെങ്കിൽ എന്നെ ഭയങ്കരമായിട്ട് ഇതാക്കിക്കൊണ്ടുണ്ട്, ഞങ്ങളും വരുക, ഞങ്ങളും പോകുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോൾ തന്നെ ഇവളാണ് ഞാൻ പറഞ്ഞ ജിമ്മിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള പെണ്ണ്. അത് കഴിഞ്ഞപ്പോൾ നോക്കി ആൺപിള്ളേരുടെ വോളിബോൾ മാച്ചൊക്കെ തുടങ്ങി. അവന്മാർ നല്ല അടിപൊളിയായിട്ട് തകർത്ത് കളിക്കുന്നുണ്ട്. ചെളിക്കകത്താണെങ്കിലും ഇവർ നല്ല പ്രാക്ടീസ് ഉള്ള പിള്ളേരെ പോലെയാണ് കേട്ടോ കളിക്കുന്നത്. നല്ല ആഴമുണ്ട് ചെളിക്ക്, പക്ഷെ എന്നാലും കാലൊക്കെ ഇങ്ങനെ പൊക്കി വെക്കാൻ പറ്റത്തില്ല, അത്ര ചെളിയുണ്ട്. ഇത് 2-3 ദിവസം മുമ്പേ ഈ കണ്ടം ഇങ്ങനെ ചെളിക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് വെള്ളം ഒഴിച്ച് ട്രാക്ടർ ഓടിച്ച് ഭയങ്കര ഇതായിട്ടാക്കിയതാണിത്. അതിൻ്റെ അകത്ത് കൂടെ നോക്കിയ ആൾക്കാരും വലിയ വലിയ ആൾക്കാരൊക്കെ നടന്ന് പോകുന്നുണ്ട്. ആൺപിള്ളേരുടെ വോളിബോൾ കളി നടക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ അപ്പുറത്തും വേറെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഹാളിൽ, എൻ്റെ ഹാളിൻ്റെ അടുത്താണ്, അപ്പോൾ അവിടെ വേറെ ഒത്തിരി പ്രോഗ്രാമും കാര്യങ്ങളും സ്പീച്ചും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അതിലേക്കൊന്നും പോയില്ല. അതൊക്കെ നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന സംഭവമല്ലേ, പക്ഷെ ഇങ്ങനത്തതൊന്നും നമുക്ക് എപ്പോഴും കാണാൻ പറ്റത്തില്ലല്ലോ. എന്ന് വെച്ചാൽ ഇതൊക്കെ ടോട്ടലി ഒരു ചേഞ്ച് ആയിട്ടല്ലേ, ഇതൊക്കെ എപ്പോഴും ഇല്ല, വർഷത്തിൽ ഒരിക്കലൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞേ നോക്കിയില്ല, ഇത് തന്നെ നോക്കി നിന്നു. അത് കഴിഞ്ഞപ്പോൾ ഇത് കണ്ടോ, മടലും കൊണ്ട് നമ്മുടെ കേരളത്തിലുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ഈ രീതിയിൽ മടലു നെയ്യൂത് എന്നാണ് ഇതിന് കന്നഡയിലൊക്കെ പറയുന്നത്. ഇതിന് മടലിന് പറയുന്ന മടലെന്ന് തന്നെയാണല്ലേ, ഓല, തെങ്ങിൻ്റെ ഓലയല്ലേ ഇത്. സോ ഇതിനെയൊക്കെ നോക്കുക ആൾക്കാർ നമ്മുടെ വീടുകളിലൊക്കെ, ഇപ്പോൾ ചെറിയ ചെറിയ വീടുകളിലൊക്കെ മേളിൽ ഇങ്ങനെ കെട്ടിയിടും കേട്ടോ. അപ്പം ഇത് ആ ചേച്ചിയെ എൻ്റെ കൂട്ടുകാരിയാണ്. പുള്ളിക്കാരത്തിൽ നിന്ന് ചിരിക്കുക, വേണ്ട എൻ്റെ വീഡിയോ എടുക്കേണ്ടതെന്ന്. അതൊക്കെ കഴിഞ്ഞിങ്ങ് വന്നപ്പം ഈ പെൺകുട്ടി ജോവിട്ടാന്ന് പറഞ്ഞ പെൺകുട്ടിയാണ് ഇവള് നമ്മുടെ കബഡി ടീം റെഡിയാക്കിയിട്ടുണ്ട്, ഞങ്ങൾ കളിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറയാനൊക്കെ എന്നോട് പറഞ്ഞ് അങ്ങനെ ഇരിക്കുമായിരുന്നു. നോക്കി ഇതാണ് ഇവിടുത്തെ സ്റ്റേജും കാര്യങ്ങളൊക്കെ. ഇവരാണ് ലൈക്ക് ഈ വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നില്ലേ, ഇവരൊക്കെയാണ് ഈ പ്രോഗ്രാമിനെ മെയിനായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ കേട്ടോ. ഈ പയ്യനാണ് ഇതിൻ്റെ മെയിൻ. ഈ പുള്ളിയാണ്, ഈ മുടിയില്ലാത്ത ഈ മനുഷ്യനാണ് ഈ സ്ഥലം ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഓർഗനൈസ് ചെയ്ത പുള്ളിയുടെ സ്ഥലമാണ് കേട്ടോ. അത് പുള്ളിയുടെ സ്ഥലത്താണ് ഈ പരിപാടി നടത്തുന്നത്. അങ്ങനെ ഓഡിയൻസിനെ എല്ലാം കണ്ടല്ലോ. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം.